US ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണോ? ഉടൻ ഇറാനെ US ആക്രമിച്ചേക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി നിറഞ്ഞിരിക്കുന്നു. US അത്യാധുനിക യുദ്ധക്കപ്പലുകൾ യുദ്ധസന്നദ്ധരായി അറബിക്കടലിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിനിടെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിൽ US കപ്പൽപ്പട ഇറാന്റെ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം രാജ്യം വിടാൻ US അടിയന്തര നിർദ്ദേശം നൽകി. US എംബസി പുറപ്പെടുവിച്ച ഈ പ്രത്യേക അറിയിപ്പിൽ അമേരിക്കൻ പൗരന്മാരോട് US ഗവൺമെന്റിന്റെ സഹായമില്ലാതെ രാജ്യം വിടാനുള്ള പദ്ധതി തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിമാന സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പൗരന്മാർ വിമാന കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെടണമെന്നും US അറിയിച്ചു. ഇന്റർനെറ്റ് സേവനങ്ങൾ തുടർച്ചയായി തടസ്സപ്പെടാനും സാധ്യതയുള്ളതിനാൽ ബദൽ ആശയവിനിമയ മാർഗങ്ങൾ കണ്ടെത്തണമെന്നും സുരക്ഷിതമാണെങ്കിൽ മാത്രം കരമാർഗം അർമേനിയയിലേക്കോ തുർക്കിയിലേക്കോ മാറുന്നത് പരിഗണിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. നിലവിൽ പുറത്തു പോകാൻ കഴിയാത്തവർ വെള്ളവും മരുന്നുകളും ഉൾപ്പെടെയുള്ള അത്യാവശ്യ വസ്തുക്കൾ ശേഖരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയാനും എംബസി അറിയിച്ചു. അമേരിക്കൻ പാസ്പോർട്ട് കാണിക്കുന്നതോ അമേരിക്കയുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്നതോ ഇറാനിൽ ചോദ്യം ചെയ്യലിനും അറസ്റ്റിനും കാരണമായേക്കാം. അതിനാൽ വലിയ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് എംബസി മുന്നറിയിപ്പ് നൽകുന്നു. അതിനിടെ അമേരിക്കൻ പടക്കപ്പൽ വ്യൂഹത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നു. ഇറാനിലെ മാധ്യമങ്ങളാണ് അമേരിക്കയുടെ സൈനിക വിവരങ്ങൾ പരസ്യപ്പെടുത്തിയത്. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കനൊപ്പം 3 പടക്കപ്പലുകൾ കൂടി അമേരിക്ക വിന്യസിച്ചതായാണ് ഇറാൻ പുറത്തുവിട്ടത്. അതിനൊപ്പം 12 കപ്പലുകൾ കൂടി ചബഹാർ തുറമുഖത്തിന് 1400 കിലോമീറ്റർ അകലെ നിലകൊള്ളുന്നുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ഒരു ഡ്രോൺ USS എബ്രഹാം ലിങ്കൻ വെടിവെച്ചിട്ടിരുന്നു. ഇറാൻ അയച്ച ഈ ഡ്രോണുകളാണ് അമേരിക്കയുടെ വിവരങ്ങൾ ചോർത്തിയതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. അമേരിക്കൻ യുദ്ധക്കപ്പലിലേക്ക് നിരീക്ഷണ ഡ്രോൺ അയച്ചെന്ന് ഇറാൻ സമ്മതിച്ചിരുന്നു. ഡ്രോണുകളിൽ ഒന്നിനെ അമേരിക്ക വെടിവെച്ചിട്ടിരുന്നുവെന്നും ഇറാൻ വ്യക്തമാക്കി. എന്നാൽ ഈ ഡ്രോണുകൾ അമേരിക്കയുടെ വിവരങ്ങൾ ചോർത്തിയെടുത്തുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അറബിക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന US പടക്കപ്പൽ USS എബ്രഹാം ലിങ്കനാണ് ഇറാൻ്റെ ഡ്രോണിനെ വെടിവെച്ചിട്ടത്. ഡ്രോൺ വിമാനവാഹിനി കപ്പലിനെ ആക്രമണ സ്വഭാവത്തോടെയാണ് സമീപിച്ചത്. അതാണ് ഡ്രോണിനെ വെടിവെച്ചിട്ടതെന്നാണ് US സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നത്. വിമാനവാഹിനി കപ്പലിനെയും അതിലെ ജീവനക്കാരെയും സംരക്ഷിക്കുന്നതിനാണ് ഡ്രോണിനെ വെടിവെച്ചിട്ടതെന്ന് സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് അവകാശപ്പെട്ടു. ചൊവ്വാഴ്ചയാണ് അറബിക്കടലിൽ വെച്ച് ഇറാൻ്റെ ഡ്രോണിനെ വെടിവെച്ചിട്ടത്. കപ്പലിലെ F-35C യുദ്ധവിമാനം ഉപയോഗിച്ചാണ് ഡ്രോൺ വെടിവെച്ചിട്ടതെന്നും US സൈനിക വക്താവ് പറഞ്ഞു.